ഞാൻ 5 മണിക്ക് വന്നാണ്. എന്നോട് 5 മണി വന്നു. അപ്പൊ നേരത്തെ 3 മണിക്ക് ഇറങ്ങിയിട്ട് 5 മണിക്ക് എത്തി. ഇതിപ്പോ തുടങ്ങിയോട്ട് എനിക്ക് പ്രശ്നമില്ല. വൈകുന്നേരം കാരണം നിറഞ്ഞു നിൽക്കുന്നൊരു വേദി, അതൊരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടാനുള്ള സ്കൂളിന്റെ നമ്മളെ പഠിച്ച ചേർത്ത് നിർത്തല് എന്നാണ് പറയുന്നല്ലേ, അതാണിത്. അപ്പം സംസാരിച്ചതാണ്. നമുക്ക് ചിലപ്പം എല്ലാരും എല്ലായിടത്തും എത്തണമെന്നില്ല. ചിലവര് ചിലപ്പം ചിലരെ പത്രച്ച് വന്നപ്പോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ചിലപ്പം എല്ലാരും ഒരുപോലെ ആവില്ല. അപ്പൊ ചിലവിൽ നല്ല, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അവരുടെ പലരും എനിക്കറിയുന്ന തന്നെ ഒരുപാട് നല്ല ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുടെ പോലെ സാധാരണ നമ്മളെപ്പോലത്തെ ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല. സംസാരിക്കുമ്പോ ഫോട്ടോ എടുക്കുമ്പോ എല്ലാം മനസ്സിലാക്കി അല്പം. നമ്മളൊരു സാധാരണ കലാകാരനാണ്. നമ്മളെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുക. അവർക്ക് നടന്മാർ ഇഷ്ടം പോലെ വേണ്ടത്ര കണ്ടു മടുത്ത ആൾക്കാരാണ് എന്നെ വിളിച്ച് ഫോട്ടോ എടുക്കുന്ന എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഒന്നുമല്ല, ഒരു കാര്യമില്ലാത്ത സാധാരണ നാട്ടുപോലെ നടനാണ്. പക്ഷെ അവര് കാണിക്കുന്നത് ചിലപ്പോ വലിയ നടന്നു വെച്ചാൽ ഫോട്ടോ എടുക്കൂല. എനിക്കറിയാം ഓരോ ആൾക്കാരാ. അവർക്ക് ഇഷ്ടം പോലെ ഇതിനെ കണ്ട് മടുത്ത് വന്ന ആളാ. പല നാട്ടിലും പല ലോകത്ത് മൊത്തം ചുറ്റിച്ചതിച്ച ആളാ. പക്ഷെ നമ്മൾ ഉണ്ണി എന്ന് പറയുന്നൊരു സ്നേഹം ആ ഫോട്ടോ എടുക്കാൻ ഞാൻ കാണും. ഞാൻ മനസ്സിലാവും സ്നേഹം. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും മറക്കൂല. നമ്മളെ ഞാൻ പഠിക്കുമ്പോ സ്കൂളിൽ പഠിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഒന്നും സാമ്പത്തികമായിട്ട് ഒരു അടിത്തറയില്ലാത്ത, അല്ലെങ്കിൽ നല്ല ഭക്ഷണമില്ല, നല്ല കുപ്പായില്ലാത്ത ഒരു സംഭവം. പഠിക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സ്കൂളിൽ പഠിക്കുമ്പോ നാടകത്തിലും കൂടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അതിനൊന്നും ഇഷ്ടമുണ്ടായിരുന്നു. ദൂരത്ത് നോക്കി കണ്ടത് മാത്രമാണ്. അപ്പൊ അന്ന് നമുക്ക് ഒന്നും ഇല്ലാത്തൊരു കാലം. അതായത് 10ാം ക്ലാസ് നാടകത്തെ കൂടിയിട്ട് സബ് ജില്ലയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 50 ഉറുപ്പ് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് എന്നെ മാറ്റിയാണ് അങ്ങോട്ട്. ഫസ്റ്റ് കിട്ടി സ്കൂൾ യുവജോത്സവത്തിന്. അപ്പം പിന്നെ അത് കൊണ്ടുപോകണമെങ്കിൽ സബ് ജില്ലയിൽ കൊണ്ടുപോകാൻ 50 ഉറുപ്പ് കൊടുക്കണം. 50 ഉറുപ്പ് വീട്ടിൽ 5 ഉറുപ്പില്ലാത്ത കാലം. അല്ലെങ്കിൽ പിന്നെ വേറെ 50 ഉറുപ്പ് ചോദിക്കല്. അപ്പൊ വീട്ടിൽ ചോദിച്ചില്ല, കിട്ടൂല, നമുക്ക് വേറെ കാര്യമില്ല. അപ്പൊ മാഷോട് പറഞ്ഞു, മാഷ അത് എന്നെ എങ്ങനെ നാടത്ത് കൂട്ടും മാഷേ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മയെല്ലാം വേറെ ഒരു രക്ഷയില്ല, പഠിക്കും, പാസ്സാവും, അത്യാവശ്യം പഠിക്കും. പക്ഷെ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ നമുക്കത് കോളേജ് കിട്ടും. നമുക്ക് അങ്ങനത്തെ ഒരു കുടുംബമാണ്. അങ്ങനെയല്ലോ, ഒരു കൺസെഷനും ഇല്ലാത്തൊരു കുടുംബമായിരുന്നു. അപ്പൊ ഒരു രക്ഷയില്ല. അപ്പൊ സാധാരണ മാർക്കായിരിക്കും നമുക്ക്. പഠിക്കാൻ വലിയ കുഴപ്പമില്ലെങ്കിലും മാർക്ക് കിട്ടൂല, അറിയാം, ആവറേജ് ആയിരുന്നു. അങ്ങനെ മാഷോട് പറഞ്ഞ എന്തായാലും കൂട്ടണം, പൈസ തരമില്ല, നാളെ വിളിക്കാന്ന് പറഞ്ഞ നമ്മ 7 ആളെ നാടകത്തെ അഭിനയിച്ച്. പക്ഷേ പിറ്റേന്ന് റിഹേഴ്സൽ വിളിക്കുമ്പോൾ എന്നെ മാത്രം ഒഴിവാക്കി. ഞാൻ പറഞ്ഞു പോയി 50 ഉറുപ്പ് ഉണ്ടാവൂലെന്ന്. അപ്പൊ തലേന്ന് വന്നിട്ട് മാഷ് കടലാസിൽ വായിച്ചു, നാളെ റിഹേഴ്സൽ ഉണ്ട്, സബ് ജില്ലയിൽ ഇപ്പൊ 4 ദിവസം ബാക്കിയല്ലോ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും പുറകെയുള്ള ഒരു സ്കൂളിന്റെ തണലിൽ കഴിഞ്ഞവര് ഒന്നിച്ചു നിൽക്കുമ്പോ അതിനൊരു മാധുര്യമുണ്ട്, അതിനൊരു സ്നേഹമുണ്ട്, ബന്ധങ്ങളുണ്ട്. അതൊന്നും ഉണ്ടാവട്ടെ. ഈ തിരക്ക് പിടിച്ച ഒരു സമയത്ത് ഇങ്ങനെ എത്തിപ്പെട്ടത് എന്തായാലും സന്തോഷം. ഞാൻ മറിമായത്തിൽ വന്ന യാദൃശ്യമായിട്ട് വന്ന ആളാണ്. കുറേ വർഷം ഇങ്ങനെ കലോത്സവ വേദി നാടകം പഠിപ്പിക്കാൻ പോയിരുന്ന. അപ്പൊ അതിനിടെ യാദൃശ്യമായി വന്ന ഒരാളാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് അങ്ങനെയല്ലോ. 10ാം ക്ലാസ് പാസ്സായവരുടെ പണിക്ക് പോയി. ഒരു നീലഗിരി കണ്ടൂസിൽ ഒരു പെയിന്റ് കടയാണ്. രാവിലെ 8 മണി രാത്രി 8 മണി പണിയെടുക്കണം. അവിടുന്ന് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ പോയിട്ട് ഒരാഴ്ച ഞങ്ങളുടെ പെരുന്നാള് നോമ്പുകാലം. നിനക്കിത് അറിയില്ലായിരുന്നു, നമ്മൾ അങ്ങനത്തെ അടുത്ത് പോയതല്ലേ. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ നല്ല ഭക്ഷണം കഴിച്ചത് താഴെ ഹോട്ടലിൽ ഒന്നുമില്ല, നോമ്പാ. ഞാൻ ആ നോമ്പിന് എന്ത് ചെയ്തു, പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ട് അടിച്ച് അവിടെ ഹോട്ടലിലില്ല. വൈകുന്നേരമാണ് മനസ്സിലായത്. ഞാൻ ചെറിയ 15 വയസ്സല്ലേ, 33 വർഷങ്ങൾക്ക് മുമ്പേ. എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. വൈകുന്നേരം ഒരു സൈക്കിൾ എടുത്ത് പോയിട്ട് എന്നോട് പുറക്ക് പോയിട്ട് കൊണ്ടുവരണം. അപ്പം ഞാൻ സൈക്കിൾ എടുത്ത് പോയിട്ട് പോകും. എനിക്ക് രസം, വൈകുന്നേരം സൈക്കിൾ എടുത്ത് പോകും. പിന്നെ ഞാൻ ഉച്ചക്ക് എന്റെ ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഞാൻ ടിപ്പിയിൽ ഒരുപാട് ഭക്ഷണ സാധനം കൊണ്ടുവരും. അപ്പോ നോമ്പ് കുറിച്ചോടെ എനിക്ക് ഭക്ഷണം തരും. അന്ന് ഞാൻ അത് ബീഫ് കൂട്ടാത്ത നമ്മുടെ കുടുംബത്തില് ഇങ്ങനെ ജാതിയുടെ പ്രശ്നമുണ്ട്, അപ്പൊ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ബീഫ് കഴിക്കുന്നു. അവിടെ അമ്മ പറയുന്നു അന്ന് കഴിച്ചോടാ പറഞ്ഞു. അപ്പൊ ബീഫ് ഇറക്കി തന്നു. അന്ന് ഇന്ന് ഞാൻ ഏറ്റവും കൊടുക്കുന്നത് ബീഫാണ്. ആണോ തുടങ്ങിയത് അറിയാമല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സാധന അത് എന്നോട് കഴിക്കും. അന്ന് മുതൽ തുടങ്ങിയാണ്. ആ പെരുന്നായിരുന്നല്ല, ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ഇപ്പം ഭയങ്കര ബന്ധമാണ്. അങ്ങനെയല്ലോ, അവരെ ആ ഒരു 33 വർഷങ്ങൾക്ക് മുമ്പേലെ ബന്ധവും സൗഹൃദവും സ്നേഹവും എല്ലാ പെരുന്നാൾക്കും ഞാൻ ആ വീട്ടിൽ പോകുന്ന ഒരാളാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ പെരുന്നാൾക്കുള്ള അങ്ങനെ കുറെ ബന്ധങ്ങൾ, സ്നേഹങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. മറിമായത്തിന് വന്നത് ഒരു ദിവസം
ഇങ്ങനെ നാടകവും പെയിന്റിങ് പണിയും കലോത്സവം നടക്കുമ്പോ ഒരു ചങ്ങായി വിളിച്ചു പറഞ്ഞു, മറിമായം തുടങ്ങിയിട്ട് 14 വർഷം വരുക, ഒരു ചെറിയ വേഷം ഞാൻ വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ടപ്പ നമുക്ക് അഭിനയിക്കാൻ പറ്റൂല്ലോ. അപ്പൊ രസമല്ലേ, പോവാന്ന് പറഞ്ഞു. അപ്പൊ എറണാകുളത്തേക്ക് പോവാലോ എന്ന് പറഞ്ഞ് ഞാൻ ഓന്റെ പേര് പോയതാ. അപ്പൊ ഇതുപോലെ 2 ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഴുവൻ മെമ്പർമാരോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എന്റെ സ്നേഹിതന്മാരോടും സഭയിൽ പുതിയാപ്പളിനെ ഇരുത്തട്ടെ, സഭയിലേക്ക് പുതിയാപ്പളിനെ ഇരുത്തട്ടെ. അജമായി നിന്നോനെ ഞങ്ങൾ വരും നേരം ഒരുക്കുകയെല്ലാം അജമായി നിന്നോനെ സഭയെല്ലാരനുവാദം തരവേ